കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം കത്തി നിന്നൊരു വിഷയമുണ്ടായിരുന്നു. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് മലയാളികളായ ഓരോരുത്തരുടെയും പേഴ്സണൽ ഡാറ്റ, വ്യക്തിപരമായ ഡാറ്റ വിറ്റു എന്നൊരു ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിരുന്നു. സ്പ്രിംഗ്ലർ എന്ന് ഡാറ്റ ശേഖരിക്കുന്ന, ഡാറ്റ കോർഡിനേറ്റ് ചെയ്തെടുക്കുന്ന, പ്രോസസ്സ് ചെയ്യുന്ന, അന്നത്തെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ഡാറ്റ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി വിദേശത്തു നിന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയായിരുന്നു. അത് മലയാളിയായ ഒരാളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ആ സ്പ്രിംഗ്ലറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, വലിയ ആക്ഷേപമുയർത്തി. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വന്നിരിക്കുന്നു. എന്താ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനം? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് കെ സുരേന്ദ്രൻ, BJP നേതാവ്, ഈ മൂന്ന് പേരുടെയും ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഒരു തരത്തിലുള്ള ദുരൂഹതയും ഇതിൽ സംശയിക്കാൻ കഴിയില്ല. സ്പ്രിംഗ്ലർ വഴി ഒരു ഡാറ്റ ചോർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, 5 വർഷം ഈ കേരളം മുഴുവൻ കത്തിച്ചു നിർത്തിയ ഒരു ദുരാരോപണമായിരുന്നു സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിഷയം. ഇങ്ങനെയാണ് വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് പലപ്പോഴും അസത്യ പ്രചരണങ്ങൾ നടത്തുന്നത്. നിർഭാഗ്യവശാൽ സത്യം പുറത്തു വരുമ്പോഴേക്കും അസത്യം 2 തവണ സഭയ്ക്ക് ചുറ്റും നടന്നു കഴിഞ്ഞിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.